നമസ്കാരം. ഇന്നത്തെ ഈ വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിരുന്ന ഞാൻ കംഫർട്ട് സോൺ വിട്ടിറങ്ങിയപ്പോൾ എൻ്റെ ജീവിതം മാറി, ഇത് എൻ്റെ ജീവിത കഥയാണ് എന്ന ടോപ്പിക്കിൽ കംഫർട്ട് സോണുമായി ബന്ധപ്പെട്ടുള്ള ചില വിഷയങ്ങളെ പ്രതിപാദിച്ചുള്ള ഒരു വീഡിയോയെയും ആ വീഡിയോയെ പറ്റി ചില ആളുകൾക്കുണ്ടായ ചില തെറ്റിദ്ധാരണകൾ മാറ്റുന്നതിന് വേണ്ടിയും ചില വിമർശനങ്ങൾക്ക് മറുപടി പറയുന്നതിന് വേണ്ടിയും ക്ലാരിറ്റി വരുത്തുന്നതിന് വേണ്ടിയും ഉള്ളതാണ്. ആ വീഡിയോയിൽ ഞാൻ കൃത്യമായി പറഞ്ഞിരുന്നത് വിജയിക്കണമെങ്കിൽ കംഫർട്ട് സോൺ വിട്ടിറങ്ങണം, ഇത് എൻ്റെ ജീവിതകഥയാണ് എന്ന ടൈറ്റിലോട് കൂടിയാണ്. ആ വീഡിയോയ്ക്ക് വളരെ നല്ല റീച്ച് കിട്ടിയിരുന്നു, റെസ്പോൺസ് കിട്ടിയിരുന്നു. അതുപോലെ തന്നെ നിങ്ങൾ തന്നെ എടുത്തു നോക്കിയാൽ മനസ്സിലാകും, അതിൽ ധാരാളം നല്ല കമൻറ്റുകളും ലൈക്കുകളും ഒക്കെ ആ വീഡിയോയ്ക്ക് കിട്ടിയിട്ടുമുണ്ട്. നൂറുകണക്കിന് ആളുകൾ നല്ലതും മോശവുമായ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. എന്നാൽ ആ വീഡിയോ മുഴുവനായും കാണാതെ തലക്കെട്ടുകൾ മാത്രം ശ്രദ്ധിച്ച് വായിച്ച്, അതോ തിരക്കിനിടയിൽ ആ വീഡിയോ മുഴുവനായും ശ്രദ്ധാപൂർവം കേൾക്കാൻ സാധിക്കാത്തതിൻ്റെ പേരിലാണോ, ഏതാനും ചില ആളുകൾ കമൻറ്റ് ബോക്സിലായും എനിക്ക് പേഴ്സണൽ മെസ്സേജിലും കോളുകളിലൂടെ ഒക്കെ ധാരാളം സംശയങ്ങൾ ചോദിക്കുകയും ഉപദേശം തേടുകയും ഒക്കെ ചെയ്തിരുന്നു. അതുപോലെ തന്നെ സ്വാഭാവികമായും സാധാരണ ഉണ്ടാവാറുള്ളത് പോലെ കമൻറ്റ് ബോക്സിൽ ചില മോശം അഭിപ്രായ പ്രകടനങ്ങളും നടന്നിരുന്നു. മോശം അഭിപ്രായ പ്രകടനങ്ങൾ എന്ന് പറഞ്ഞാൽ ചീത്ത വാക്കുകളൊന്നും ഉപയോഗിക്കുക അത്തരത്തിലൊന്നും ആയിരുന്നില്ല കേട്ടോ. പക്ഷേ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടില്ലാത്ത, അല്ലെങ്കിൽ ആ വീഡിയോയുമായി പുലബന്ധം പോലും ഇല്ലാത്ത, അല്ലെങ്കിൽ ഞാൻ ആ വീഡിയോയിൽ എന്താണ് ഉദ്ദേശിച്ചിരുന്നതെന്ന് മുഴുവൻ കേൾക്കാതെയോ അല്ലെങ്കിൽ മനസ്സിലാക്കാനോ പോലും ശ്രമിക്കാതെ ചിലരൊക്കെ പ്രതികരിച്ചിരിക്കുന്നതും കണ്ടു. ഞാനതൊക്കെ സ്വാഗതം ചെയ്യുകയാണ്. അത്തരക്കാരെ കുറ്റപ്പെടുത്തി സംസാരിക്കാനുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഞാൻ ആ വീഡിയോയിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പൂർണ്ണമായും മനസ്സിലാക്കാൻ ശ്രമിക്കാതെ, അല്ലെങ്കിൽ മനസ്സിലാക്കാനുള്ള ക്ഷമ കാണിക്കാതെ, അതുമല്ലെങ്കിൽ ജെനുവിനായും അത് കേട്ടിട്ടും മനസ്സിലാവാതെയുള്ള ചില ആളുകൾക്ക് വേണ്ടി, അല്ലെങ്കിൽ അത്തരക്കാർക്ക് ഒരു വിശദീകരണം കൊടുക്കണം, ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കണം എന്ന് പലരും അഭിപ്രായപ്പെടുകയുണ്ടായി. അത് കേട്ട ആളുകൾ തന്നെ ഒന്ന് ക്ലാരിറ്റിയോടെ പറഞ്ഞു തരാമോ എന്ന് അഭ്യർത്ഥിക്കുകയുണ്ടായി. അപ്പോൾ സ്വാഭാവികമായും എനിക്കും തോന്നി അത് ആവശ്യമാണ് എന്ന്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതിനു മുമ്പ് ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് സന്തോഷത്തോടെ പങ്കുവെക്കട്ടെ. അത് മറ്റൊന്നുമല്ല, ഏറ്റവും നല്ല നന്ദിയും കടപ്പാടും ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നത് പോലെ തന്നെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ മൈൻഡ് മാജിക് എന്ന നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ വളരെ വലിയ വളർച്ചയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതിന് കാരണം മറ്റാരുമല്ല, എൻ്റെ ആത്മമിത്രങ്ങളായ നിങ്ങൾ ഓരോരുത്തരുമാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും അനുഗ്രഹവും കൊണ്ടാണ് നമുക്ക് ഈ വളർച്ച സാധ്യമാവുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ എല്ലാവരെയും ഇടനെഞ്ചോട് ചേർത്ത് പിടിച്ച് എൻ്റെ നന്ദി അറിയിക്കുകയാണ്. ഇത് വെറുമൊരു പറച്ചിലല്ല, എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് വരുന്ന വാക്കുകളാണ്. ഇപ്പോൾ തന്നെ ധാരാളം ആളുകൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടി എന്നെ വിളിക്കാറുണ്ട്. ഞാൻ എന്നെ വിളിക്കുന്ന എല്ലാ ആളുകൾക്കും എന്നെ കഴിയുന്നത് പോലെ തന്നെ മാർഗങ്ങൾ പറഞ്ഞു കൊടുക്കാറുമുണ്ട്, അവരെ സഹായിക്കാറുമുണ്ട്. തീർച്ചയായും അത് ഇനിയും ഉണ്ടാവുകയും ചെയ്യും. ആർക്കും എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാം. തിരക്കുകൾക്കിടയിലും ഞാൻ പരമാവധി ഫോൺ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഇനി അഥവാ ആ സമയത്ത് പറ്റിയില്ല എങ്കിൽ ഞാൻ ഫ്രീ ആവുന്ന സമയത്ത് തിരിച്ചു വിളിക്കാൻ ശ്രമിക്കാറുണ്ട്. സമയത്തിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് അവർക്ക് ടൈം സ്ലോട്ടുകൾ കൊടുത്ത് തെറാപ്പിയൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട്. അത് ഇനിയും ഉണ്ടാവും. ഇനി അഥവാ എന്നെ വിളിച്ചിട്ട് കിട്ടിയില്ല എങ്കിൽ, ഞാൻ അറ്റൻഡ് ചെയ്തില്ല എങ്കിൽ, ആ നമ്പറിലെ വാട്സാപ്പിൽ അതിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് പറഞ്ഞ് ഒരു മെസ്സേജ് അയച്ചിട്ടാൽ മതി. ഞാൻ സമയം പോലെ തിരിച്ച് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോയിലെ കാര്യത്തിലേക്ക് വന്നാൽ, ഞാൻ അന്ന് പോസ്റ്റ് ചെയ്ത കംഫർട്ട് സോൺ വിട്ടിറങ്ങിയാൽ നിങ്ങളുടെ ജീവിതം മാറും എന്ന ആ വീഡിയോയിൽ ചില ആളുകൾക്ക് വന്ന സംശയങ്ങളെപ്പറ്റി പറഞ്ഞു തരാം. ആ വീഡിയോയിൽ കംഫർട്ട് സോൺ എന്ന് ഞാൻ പറഞ്ഞ ആ പ്രത്യേക ജീവിത അവസ്ഥയെപ്പറ്റി ചില ആളുകൾക്കെങ്കിലും മനസ്സിലായിട്ടില്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ചിലപ്പോൾ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നതുമായിരിക്കാം സത്യം. ശരിക്കും അന്നത്തെ ആ വീഡിയോയിൽ ഞാൻ വളരെ കൃത്യമായി പറഞ്ഞിരുന്നു എത്തരത്തിലുള്ള ആളുകളാണ് അവരുടെ നിലവിലുള്ള കംഫർട്ട് സോൺ പൊട്ടിച്ച് പുറത്തു വരേണ്ടതായിട്ടുള്ളത് എന്ന്. സാധാരണ നമ്മുടെ ജീവിതത്തിൽ രണ്ട് തരം കംഫർട്ട് സോണുകളുണ്ട്. അതിലൊന്ന്, ജീവിതത്തിൽ എല്ലാ തരത്തിലും സേഫ് സോണിൽ അല്ലെങ്കിൽ കംഫർട്ട് സോണിൽ സേഫായി നിൽക്കുന്നവരാണ്.
സാമ്പത്തികമായും ആരോഗ്യ സംബന്ധമായും റിലേഷൻഷിപ്പ് സംബന്ധമായും യാതൊരു പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇല്ലാതെ ശാന്തിയും സമാധാനവും സന്തോഷത്തോടും കൂടി ജീവിതം നയിച്ച് മുന്നോട്ട് പോകുന്നവർ. അങ്ങനെ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ ജീവിതം മുന്നോട്ട് പോകുന്ന അല്ലെങ്കിൽ അത്തരം ഒരു കംഫർട്ട് സോണിലുള്ള ആളുകൾ അതൊക്കെ പൊട്ടിച്ച് വിട്ടിറങ്ങണം എന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടേ ഇല്ല. അത് ഞാൻ ആ വീഡിയോയിൽ എടുത്തു പറഞ്ഞിട്ടുമുണ്ട്. പക്ഷെ ഇങ്ങനെ എല്ലാ തരത്തിലും കംഫർട്ടായിട്ട് സേഫ് സോണിൽ നിൽക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിൽ വളരെ കുറവായിരിക്കും എന്നുള്ള ഒരു യാഥാർത്ഥ്യമുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ചില ആളുകൾക്ക് നല്ല സാമ്പത്തിക ശേഷി ഉണ്ടാവും, നല്ല ആരോഗ്യമുണ്ടാവും, നല്ല കരിയർ ഉണ്ടാവും, പക്ഷേ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് അവരിലുണ്ടാവും, ബന്ധങ്ങളിൽ വിള്ളലുണ്ടാവും, ബന്ധങ്ങളിൽ സംതൃപ്തി ഉണ്ടാവില്ല, പ്രശ്നങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്യും. എന്നാൽ മറ്റു ചിലർക്ക് ബന്ധങ്ങളൊക്കെ നല്ലതായിരിക്കും, ആരോഗ്യം നല്ലതായിരിക്കും, പക്ഷേ സാമ്പത്തികമായി വളരെ പ്രതിസന്ധി അനുഭവിക്കുന്നവരായിരിക്കും. അത്തരത്തിൽ നമ്മുടെ സമൂഹത്തിൽ പല ആളുകൾക്കും പലതരത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കും. ഇനി മറ്റൊരു കൂട്ടർക്ക് ഈ പറയുന്ന എല്ലാം ഉണ്ടാവും, പക്ഷേ അവർക്ക് കാര്യങ്ങൾ ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാൻ ഒരാളുണ്ടാവില്ല, മനസ്സ് തുറന്ന് സ്നേഹിക്കാനോ തങ്ങളെ ഒന്ന് മനസ്സിലാക്കാനോ കെയർ ചെയ്യാനോ ഒന്നും വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആരും ഉണ്ടാവില്ല. അത്തരത്തിൽ ധാരാളം സോണുകളിൽ ജീവിക്കുന്ന ആളുകൾ നമ്മളുടെ ഇടയിലുണ്ട്. അത്തരം ആളുകൾക്ക് ഞാൻ കൊടുക്കാറുള്ള ഉപദേശം, അവർക്ക് ഇല്ലാത്തതെന്തോ അവർക്ക് പോരായ്മയായിട്ടുള്ളതെന്തോ അതിൻ്റെ അവസ്ഥ മനസ്സിലാക്കി വിലയിരുത്തി അത് ജീവിതകാലം മൊത്തം ആ കുറവ് വെച്ച് ആ കഷ്ടപ്പാടുകൾ വെച്ച് ജീവിക്കേണ്ട സാഹചര്യമുണ്ടോ അതോ അതിൽ നിന്ന് പുറത്തു കിടക്കണമോ എന്ന് സ്വയം തീരുമാനിച്ച് വിലയിരുത്തി, അല്ലെങ്കിൽ അതിന് സ്വയം തീരുമാനമെടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ മറ്റാരുടെയെങ്കിലും അതിന് ശേഷിയുള്ള വൈദഗ്ധരായ ആളുകളുടെ സഹായം തേടി ആ ഒരു വിഷയം പരിഹരിക്കുക എന്നുള്ളത് മാത്രമാണ്. എന്നാൽ നിർബന്ധമായും അവരുടെ കംഫർട്ട് സോൺ പൊട്ടിച്ച് പുറത്ത് വരേണ്ട സാഹചര്യമുള്ള ആളുകൾ നമുക്കിടയിലുണ്ട്, വളരെ അധികമായിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. അവരെയാണ് ഞാൻ ആ വീഡിയോയിൽ പൂർണ്ണമായും ഉദ്ദേശിച്ചിരുന്നത്. അത് ഞാൻ എൻ്റെ സ്വന്തം ജീവിതം തന്നെ ഉദാഹരണമായി എടുത്ത് വളരെ വിശദമായി പറഞ്ഞിട്ടുമുണ്ടായിരുന്നു. എന്നിട്ടും ചില ആളുകൾക്കെങ്കിലും അത് എന്തുകൊണ്ടാണ് മനസ്സിലാക്കാൻ കഴിയാതെ പോയത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. വ്യക്തമായി പറഞ്ഞാൽ ജീവിതത്തിൽ എല്ലാ അർത്ഥത്തിലും പരാജയപ്പെട്ട് തകർച്ചയുടെ വക്കിലെത്തി ഒന്നും ശരിയാവാതെ എവിടെയും എത്തിച്ചേരാതെ ഒന്നുമാവാൻ കഴിയാതെ എല്ലാ അർത്ഥത്തിലും തകർന്ന് തരിപ്പണമായിട്ടും അതിൽ നിന്ന് കരകയറാൻ ശ്രമിക്കാതെ ഭയം കൊണ്ടും ആത്മവിശ്വാസക്കുറവ് കൊണ്ടും പരാജയഭീതി കൊണ്ടും പുതിയതായി ഒന്നും ചെയ്യാൻ ശ്രമിക്കാതെ നിലവിലുള്ള സാഹചര്യത്തിൽ നിന്ന് മാറാൻ ശ്രമിക്കാതെ എല്ലാം സഹിച്ചും ക്ഷമിച്ചും അവർ നിലവിലായിരിക്കുന്ന അല്ലെങ്കിൽ അവർ സ്വയം സൃഷ്ടിച്ചിരിക്കുന്ന അവരുടെ ആ ജീവിത സാഹചര്യമാവുന്ന കംഫർട്ട് സോണിൽ നിന്ന്, അത് ഇൻവെർട്ടർ കോമയിൽ പറയുന്നു, അവർ നിലവിലായിരിക്കുന്ന അവർ സൃഷ്ടിച്ചെടുത്തിരിക്കുന്ന ആ കംഫർട്ട് സോണിൽ നിന്ന് അവർ നിർബന്ധമായും പുറത്തു വരേണ്ടതായിട്ടുണ്ട്. അത് ഞാൻ യാതൊരു സംശയത്തിനും ഇട നൽകാതെയാണ് പറയുന്നത്. കാരണം അവരുടെ മുൻപിൽ മറ്റ് ജീവിതമില്ല, അവരുടെ മുന്നിൽ മറ്റ് മാർഗങ്ങളില്ല. അവരിപ്പോഴും അവർ സൃഷ്ടിച്ചെടുത്ത ആ മിഥ്യാധാരണയിൽ പുതിയതായി ഒന്നും ചെയ്യാൻ കഴിയാതെ, പുതിയതായി ഒന്നിനും ഇറങ്ങിപ്പെടാനുള്ള ധൈര്യമില്ലാതെ, ആത്മവിശ്വാസക്കുറവ് കാരണം അല്ലെങ്കിൽ പരാജയഭീതി കാരണം അതിൽ ഒതുങ്ങിക്കൂടി ജീവിതം അങ്ങനെ നരകിച്ച് അവസാനിച്ചു പോകേണ്ടതല്ല എന്നുള്ള ബോധ്യത്തിൽ തന്നെയാണ് ഞാൻ ആ വീഡിയോയിലും പറയുന്നത്, ഈ വീഡിയോയിലും പറയുന്നത്. അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട ഒരാൾ എല്ലാം സഹിച്ച് അവിടെ നിൽക്കുന്നതിനു പകരം സാഹചര്യം മനസ്സിലാക്കി, അവർ നിലവിലുള്ള അവസ്ഥ മനസ്സിലാക്കി, ഞാൻ അന്ന് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള പ്രാക്ടിക്കലായി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് നിലവിലുള്ള അവരുടെ ആ കംഫർട്ട് സോൺ പൊട്ടിച്ച് പുറത്തു കടന്ന് മറ്റ് മേഖലകൾ കണ്ടെത്താതെ യാതൊരു രക്ഷയുമില്ല എന്നുള്ളതാണ്. അത് ചെയ്തില്ല എങ്കിൽ അവരുടെ ജീവിതം അവിടെ തീരും എന്ന് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും അത് എങ്ങനെയാണ് എന്നും എൻ്റെ സ്വന്തം ജീവിതാനുഭവം തന്നെ എടുത്തു പറഞ്ഞ് ഞാൻ അവിടെ വിശദീകരിച്ചിരുന്നു. എന്നിട്ടും ചില ആളുകൾ ഇതൊന്നും മുഴുവൻ കേൾക്കാതെ, അല്ലെങ്കിൽ കേട്ടിട്ടും മനസ്സിലാവാതെ, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിക്കാതെ ചില കമൻറ്റുകളൊക്കെ ഇട്ടിട്ടുണ്ട്. ആരോ ഒരാൾ പറഞ്ഞു, ധൈര്യമില്ലാത്തവർ കംഫർട്ട് സോൺ വിടാൻ പാടില്ല, അത് പണിയാവും. വേറെ ഒരാൾ പറഞ്ഞു, ഇന്നത്തെ കംഫർട്ട് സോൺ ആരും വെള്ളിത്താലത്തിൽ കൊണ്ടുവന്നതൊന്നുമല്ല, കഷ്ടപ്പെട്ട് നേടിയതാണ്. ബിസിനസ് എന്ന് പറഞ്ഞാൽ അത് ക്യാഷ് ഉള്ളവന് മാത്രം പറഞ്ഞിട്ടുള്ളതാണ്, വെറുതെ മോട്ടിവേഷനുകളിലും തിയറികളിലൊന്നും കാര്യമില്ല എന്നൊക്കെ.
ഇനി വേറൊരാൾ പറഞ്ഞു, കംഫർട്ട് സോണിൽ നിന്ന് സ്വയം പുറത്തു ചാടി ഒരിക്കലും എഴുന്നേൽക്കാൻ കഴിയാത്ത വിധത്തിൽ കുഴിയിൽ വീണുപോയ ചിലരെ അദ്ദേഹത്തിന് അറിയാം. ഇന്ന് അവർക്ക് എല്ലാത്തിനോടും ഭയവും പുച്ഛവുമാണ്. ചെയ്തതെല്ലാം മണ്ടത്തരമായി പോയി എന്ന് ഇന്ന് അവർക്ക് തോന്നുന്നുണ്ട് എന്നൊക്കെ. അത്തരത്തിൽ പറഞ്ഞ സഹോദരനോട് എനിക്ക് പറയാനുള്ളത്, സഹോദര, ഞാൻ ഉദ്ദേശിച്ചത് ജീവിത സാഹചര്യത്തിൽപ്പെട്ട് എല്ലാം നഷ്ടപ്പെട്ട് താങ്കൾ തന്നെ പറഞ്ഞതുപോലെ ഒരിക്കലും എഴുന്നേൽക്കാൻ കഴിയാത്ത വിധം തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന ആളുകൾ ഭയമൊക്കെ മാറ്റിവെച്ച്, പരിമിതികളുമൊക്കെ മാറ്റിവെച്ച്, അപകർഷതാബോധം വെടിഞ്ഞ് ദൃഢനിശ്ചയത്തോടുകൂടി ഇപ്പോൾ അവർ ആയിരിക്കുന്ന ആ അവസ്ഥയിൽ നിന്ന് പുറത്തു വരണമെന്ന് തന്നെയാണ്. അതല്ലാതെ എല്ലാം തികഞ്ഞ് യാതൊരു കുഴപ്പങ്ങളുമില്ലാതെ സംതൃപ്തിയോടുകൂടി, സന്തോഷത്തോടുകൂടി, ശാന്തിയോടും സമാധാനത്തോടും കൂടി എല്ലാം തികഞ്ഞ ജീവിതം നയിക്കുന്ന ആളുകൾ അവരുടെ കംഫർട്ട് സോൺ വിട്ട് പുറത്തിറങ്ങണം എന്നുള്ളതല്ല. എന്തൊക്കെയായാലും എല്ലാ കമൻറ്റുകളെയും അഭിപ്രായത്തെയും എല്ലാം ഞാൻ പൂർണ്ണമായി സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. കാരണം നിങ്ങളൊക്കെ ആ വീഡിയോ കാണുകയും നിങ്ങൾക്ക് തോന്നിയ അഭിപ്രായങ്ങൾ, അത് നല്ലതായാലും മോശമായാലും മടികൂടാതെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എഴുതി വെക്കുകയും അത് തുറന്ന് പറയുകയും ചെയ്യാൻ കാണിച്ച മനസ്സിന്, സന്മനസ്സിന് ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. തുടർന്നും നിങ്ങൾ എൻ്റെ വീഡിയോ കാണണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് എന്തു തന്നെയായാലും തുറന്ന് പറയാനുള്ള സന്മനസ് കാണിക്കണം. കാരണം അത് എന്നെ കൂടുതൽ ജാഗ്രതയുള്ളവനാക്കുകയും എന്നെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാത്രവുമല്ല, മോശം കമൻറ്റുകളെ പറ്റി പറയുന്നതിന് വേണ്ടി അല്ല കേട്ടോ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. മറിച്ച് അതിനെയൊക്കെ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ഒരുപാട് ആളുകൾക്ക് ഇതേ സംശയം അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി കുറവ് ഉണ്ടായിട്ടുണ്ടാവും എന്ന് തോന്നിയത് കൊണ്ടുകൂടിയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരുടെയും സഹായ സഹകരണങ്ങളും സപ്പോർട്ടും ഒക്കെ പ്രതീക്ഷിക്കുന്നു, അഭ്യർത്ഥിക്കുന്നു. ആർക്കും എന്തു പ്രശ്നങ്ങൾക്കും എൻ്റെ സഹായം ഉണ്ടാവുമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി കാണും വരെ നന്ദി, നമസ്കാരം.